അബദ്ധജടിലമായ വിശ്വാസങ്ങളിൽ നിന്ന് ഏകദൈവ വിശ്വാസത്തിന്റെ ഭൗതികമായ പോരാട്ടമാണ് പ്രവാചകൻ ഇബ്രാഹിമിന്റെ ത്യാഗനിർഭരമായ ജീവിതം പഠിപ്പിക്കുന്നത്. ഒളിച്ചോട്ടവും അന്യമത വിശ്വാസികളോട് സഹവർത്തിത്വം ഉപേക്ഷിക്കലുമല്ല പ്രവാചകൻ പഠിപ്പിച്ചതെന്ന് ദുബൈ അൽമനാർ സെന്ററിൽ ഖുതുബ നിർവഹിച്ച അബ്ദുസലാം മോങ്ങം ചൂണ്ടിക്കാട്ടി. തെളിവുകളുടെ പിൻബലമില്ലാതെ, ചരിത്രങ്ങളുടെ സാക്ഷ്യങ്ങളില്ലാതെ ഹിജ്റ എന്ന പേരിൽ ഭീകരവാദികളുടെ താവളങ്ങളിലേക്കും ആദർശ പാപ്പരത്തിലേക്കും ഒളിച്ചോട്ടം നടത്തുന്ന ഒരുതരം സമൂഹത്തെ നാം കാണാൻ ആരംഭിച്ചിരിക്കുന്നു. ഒരു അമുസ്ലിം ഭരണപ്രദേശമാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ ജീവിക്കുകയില്ല, എന്റെ ചുറ്റുപാടും അമുസ്ലിങ്ങളാണ്, അവരോട് ഞാൻ സംസാരിക്കുകയില്ല എന്നല്ല ഇബ്രാഹിം തീരുമാനിച്ചത്. വനിതകളടക്കം നൂറുകണക്കിന് പ്രവാസികളാണ് മലയാളി കൂട്ടായ്മകൾ UAE-യിലെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിച്ച ഈദ്ഗാഹുകളിൽ ഒത്തുകൂടിയത്. ഷാർജയിൽ ഹുസൈൻ സലഫിയും ദേര ഷിന്തഗയിൽ കായക്കൊടി ഇബ്രാഹിം മൗലവിയും ഈദ്ഗാഹുകൾക്ക് നേതൃത്വം നൽകി. ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും പ്രവാചകൻ ഇബ്രാഹിമിന്റെ മാർഗം മുറുകെ പിടിക്കണമെന്ന ആഹ്വാനവുമായാണ് ഈ ബലിപെരുന്നാൾ കടന്നുപോകുന്നത്. അൽമനാർ സെന്ററിൽ നിന്നും ക്യാമറ പേഴ്സൺ ഫഹീം മുഹമ്മദിനൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1.